ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എള്ളുണ്ടയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എള്ളുണ്ട നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് നമുക്ക് കുട്ടികൾക്ക് സ്നാക്ക് ആക്കിയിട്ടൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. വളരെ കുറവ് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 240 ml ഒരു കപ്പ് എള്ള് നല്ല കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത എള്ളാണ്. അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പ് എള്ളിലേക്ക് നമുക്ക് അര കപ്പ് തേങ്ങ ചിരവിയതെടുക്കാം. അപ്പോൾ ഒരു കപ്പിലേക്ക് അര കപ്പ് എന്ന ആ ഒരു റേഷ്യോയിൽ വേണം എടുക്കാനായിട്ട്. പിന്നെ 2 മീഡിയം സൈസ് ശർക്കര, അത് നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഇത് ഞാൻ ഒരു കല്ല് വെച്ചിട്ടൊന്ന് ഇടിച്ച് തകർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേഗം നമുക്ക് ഉരുകി കിട്ടും. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. അത് കൂടുതലായിട്ട് വെള്ളം ഒഴിക്കരുത്. നമുക്ക് കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് എടുക്കേണ്ടത്. അപ്പോൾ ഇതൊന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എള്ളൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ അടി കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എള്ളിട്ട് കൊടുക്കുക. എള്ളിട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം എപ്പോഴും എള്ള് വറുത്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത്. എള്ള് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് നമുക്ക് കരിഞ്ഞു പോകണമെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈയെടുക്കാതെ ഇളക്കിയിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് ഇങ്ങനെ ചേഞ്ച് ആയി തുടങ്ങും. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരുമ്പി കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ പൊടിഞ്ഞു പോരുന്നുണ്ടെങ്കിൽ അതായിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് വായിലിട്ടിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ പച്ചച്ചോയ മാറി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള എള്ള് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഈ എള്ളും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയും കൊണ്ട് നമുക്കൊന്ന് ഗ്രൈൻഡറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. എള്ളൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. അതിനായിട്ടൊരു ഗ്രൈൻഡറിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നല്ല ഫൈനായിട്ട് പൗഡർ ആവരുത്, ജസ്റ്റ് ഇങ്ങനെ തരിക എടുക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ ഏത് ബൗളിലാണോ ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിലിട്ട് കൊടുക്കാം. ഇനി ഈ ജാറിൽ തന്നെ നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ കൂടെ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം. തേങ്ങയും അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് പേസ്റ്റ് പോലെ ആക്കരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതാണ് അത് കഴിക്കുമ്പോൾ ആ ഉണ്ട കഴിക്കുമ്പോൾ നമുക്ക് തേങ്ങയുടെയും അതുപോലെ തന്നെ എള്ളിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അധികം പേസ്റ്റ് പോലെ ആക്കരുത്. എന്നിട്ട് നമുക്ക് ഈ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള എള്ളിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഒഴിക്കണം. ശർക്കര അധികം തിക്കായിട്ട് ഉരുക്കിയെടുക്കരുത്, ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. ഇനി ഇതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. എല്ലാതും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മൾ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള എള്ളുണ്ട റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസൊക്കെ അറിയിക്കുക. ആരെങ്കിലും വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്